അപ്പോൾ കുറച്ച് നടന്മാരെ, കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വോയിസാണ് ഞാനവിടെ നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു സ്പോർട്സ് സെലിബ്രിറ്റിനെയാണ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൻ്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ ഒരു ഇന്റർവ്യൂവിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സത്യം പറഞ്ഞാൽ എനിക്ക് ബാറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേറെ ചിന്തകളൊന്നുമില്ല. ബോൾ ഇങ്ങനെ പോയിട്ടുമ്പോൾ മടക്കി സിക്സ് അടിക്കണം, അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ T20 ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം സ്കോർ ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു ടാർഗറ്റ്. പിന്നെ കേരളത്തിൽ മാത്രമല്ല, എനിക്ക് അങ്ങനെ കേരളത്തിന് പുറത്തും ഒരുപാട് ആരാധകരുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു ഫുഡ് ബ്ലോഗറാണ്. നമ്മൾ ഇയാളുടെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഒരു ബ്ലോഗ് എടുക്കുന്ന രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് ഞാൻ അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വാണ്ടറിങ് ഫുഡി എന്നാണ് ഇയാളുടെ പേര്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വാണ്ടറിങ് ഫുഡിയുടെ ഒരു വ്ളോഗിലേക്ക് നമുക്ക് പോവാം. അബുദാബിയിലുള്ള ഒരു അടിപൊളി ചായക്കടയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല കടുപ്പുള്ള ഒരു ചായ നിങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 30 വർഷമായിട്ട് നിൽക്കുന്ന നമ്മുടെ സുലൈമാനിക്കാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. സുലൈമാനിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഇവിടുത്തെ ചായയാണ്. അപ്പോൾ അബുദാബിയിൽ നിങ്ങൾക്ക് ഈ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി വരണം. മൂത്താപ്പാൻ്റെ മൂത്തമ്മളുടെ ചായക്കട എന്നാണ് ഈ ചായക്കടയുടെ പേര്. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്റർവ്യൂസിലൂടെയും തന്നെ ബാക്കി വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോയുടെ ഒരു മാനറിസം, ശബ്ദം എന്നതിലേക്ക് ഒരു പുള്ളിയുടെ ഒരു മാനറിസം, സംസാരിക്കുന്ന രീതി, അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ല, എന്താണ് നടക്കണ പരിപാടി പേരെന്താണ്? ഇവിടെ നടക്കണ പരിപാടി പേരെന്താണ്? എന്താന്ന് പറയോ? അവിടെ ചായം കളിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയാ ചായകൾ നടത്തുന്നുണ്ട്, അവിടെ വടംവലി കളിക്കുന്നു പറയുന്നുണ്ട്. ഈ സംഘടനയുടെ പേരെന്താ? ഇളനീരാ? എന്നോറാന്ന് ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഇടയ്ക്കൂരിന്ന് സംഘടന ഇട്ട പോരെ, അങ്ങനെ ഇട്ട പോരെ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ അടുത്തായിട്ട് ചെയ്യാൻ വന്നത് പഴയ ഒരു നടൻ. ഇപ്പൊ ഞാൻ ചെയ്തതൊക്കെ പുതിയ കാലത്തെ ആൾക്കാരാണ്. അപ്പൊ പഴയ ഒരു നടൻ ശങ്കരാടിയുടെ സൗണ്ട് ചെയ്യാൻ പോകുന്നു. അതായത് ഈ പശുവിൻ്റെ വളർച്ച വെച്ചാൽ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഇച്ചിരി പിണ്ണാക്ക്, ഇച്ചിരി വൈക്കോല്, ഇത് രണ്ടും കൂടി കൊടുത്താൽ പാല് ചെറുപറാന്ന് പോരും. ഇതാണ് ആ രേഖ. അപ്പോൾ ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് ഇതേപോലെ പഴയകാല ഒരു നടനെ നമുക്ക് ചെയ്യാം. KPS പടന്ന എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പടന്നയുടെ ഒരു ഡയലോഗ്. യവന്റെ മകനാണ് മറ്റവൻ. ആരീ പ്രേമേന്ദ്രൻ. എന്റെ ജാനു. ഞാൻ ശ്രമിക്കുകയാണ്. हेलो माई सेल्फ, माई नेम इज फरहान अख्तर. मैं एक्टर हूँ, राइटर हूँ, डायरेक्टर हूँ, प्रोड्यूसर हूँ, गाने भी लिखता हूँ और आई कैन डू एनीथिंग एंड एवरीथिंग, यू नो. मैं सबकी तरफ से एक ऑलराउंडर हूँ. सो आई कैन डू एनीथिंग एंड एवरीथिंग. आई डू अ लॉट ऑफ मूवीज़. मैं एक्टिंग भी करता हूँ. सो आई एम गेटिंग अ लॉट ऑफ सपोर्ट फ्रॉम दी बॉलीवुड एक्टर्स. सो थैंक यू सो मच. ഉദിത് നാരായണന്റെ ഒരു പാട്ടിലേക്ക് കിടക്കാം.
സുന്ദരി ഒന്നു പറയൂ പ്രാണസഖി പറയാൻ മറന്നതെല്ലാം എണ്ണി പറയൂ പറയാം ഞാൻ പറയാൻ കൊതിച്ചതെല്ലാം പറയാതിരുന്നതെല്ലാം എണ്ണി പറയാം ഉയരാം എന്നെ കൊണ്ടാടാം തുടങ്ങാം ഇനി മാതോത്സവമോ മനോഹരമായിട്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ബോൺ ടാലന്റഡ് പേഴ്സൺസ് ആണ്. നമ്മുടെ എനോര മെമ്പറാണ്. അപ്പോൾ എനോര മെമ്പർ എന്ന നിലയ്ക്ക് വൺസ് അഗെയിൻ ഒരു കൈയ്യോട് കൂടി താങ്ക് യു.